നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. പാറശാല ഷാരോൺ വധക്കേസിൽ ശിക്ഷാവിധി തിങ്കളാഴ്ച. ശിക്ഷ എന്തായിരിക്കണമെന്നതിൽ ഇരുവിഭാഗത്തിന്റെയും വാദം കോടതി കേട്ടു. ഷാരോൺ രാജിനെ കഷായത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയ കേസിൽ ഷാരോണിന്റെ കാമുകി ഗ്രീഷ്മയുടെ അമ്മാവൻ നിർബൽ കുമാർ നായരും കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചിരുന്നു. ഇരു പ്രതികളും ഷാരോണിന്റെ കുടുംബവും കോടതിയിൽ ഹാജരായിരുന്നു. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ മനസ്സ് പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. നഗ്നചിത്രം കൈവശം വെച്ച് ഷാരോൺ ഭീഷണിപ്പെടുത്തിയെന്നും പ്രായം കണക്കിലെടുത്ത് ശിക്ഷയിൽ ഇളവ് വേണമെന്നും പ്രതിഭാഗം വാദിച്ചു. നടന്നു എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അത് ഒരു ജസ്റ്റിഫയബിൾ മർഡർ ആയിട്ട് മാത്രമേ കരുതാവൂ. അതുകൊണ്ട് ഒരു കാരണവശാലും ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കരുത് എന്നാണ് പ്രതിഭാഗം വാദിച്ചത്. വീണ്ടും ഗ്രീഷ്മയ്ക്ക് ഒരു ചിന്തനമുണ്ടായിട്ട് ഒരു നന്നാവാനുള്ള ഒരു റിഫർമേഷന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൊടുക്കണമെന്നാണ് പ്രതിഭാഗം വാദിച്ചത്. ഈ പ്രണയം എന്ന് പറയുന്നത് വളരെ പരിപാവനമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുകയും ഈ ഷാരോൺ രാജിന് പ്രണയം നടിച്ച് വിശ്വാസവഞ്ചന നടത്തി വിളിച്ചു വരുത്തി ഒരു കൊലപാതകം നടത്തി എന്നുള്ള നിസ്സംശയം കോടതിയിൽ സാഹചര്യ തെളിവുകൾ കൊണ്ട് തെളിഞ്ഞിരിക്കുന്ന ഒരു കേസാണ്. പരിശുദ്ധ പ്രണയം എന്ന കൺസെപ്റ്റിനെ തന്നെ കൊല ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു അഭിപ്രായം കൂടി പ്രോസിക്യൂഷൻ അവിടെ അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അപ്പോൾ തന്നെ ഈ അന്വേഷണ സംഘത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനുള്ള ഒരു ഇതുണ്ടാക്കി വെച്ചതുകൊണ്ട് നമുക്ക് ഇവർ പറയുന്നത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റുന്നതിൽ വെച്ച് ഈ പ്രതി പറയുന്നത് ശരിയല്ല, ഇതിൽ കോൺട്രാഡിക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി. അപ്പം തന്നെ ഇതിൽ സംശയം കൂടുതലായിട്ട് കനപ്പെട്ടു വന്നു. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ വസ്തുതകൾ വെച്ചും മറ്റ് തെളിവുകൾ വെച്ച് ചോദിച്ചപ്പോൾ അവസാനം പിടിച്ചു നിൽക്കാനാവാതെ എല്ലാ ഉത്തരവും മുട്ടിയ അവസരത്തിലാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന്, അതും പൂർണ്ണമായിട്ടും പറഞ്ഞില്ല, ചെയ്തു എന്ന് അർത്ഥ രീതിയിൽ സമ്മതിച്ചു. അന്വേഷണവുമായിട്ട് പ്രതി സഹകരിച്ചിരുന്നു. സഹകരിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാം പഴുതറച്ചിട്ടുള്ള അന്വേഷണമായിരുന്നു. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനും MG മിഥുനും ചേരുന്നുണ്ട്. ആദ്യം ഡാനിലേക്കാണ്. ഡാൻ, അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചിരിക്കുന്നത്. ഇരുവിഭാഗത്തിന്റെയും ഡാനിലേക്ക് പോകുന്നതിന് മുൻപ് MG മിഥുനിലേക്ക്. മിഥുൻ, അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. ഇരുവിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം, ഈ ശിക്ഷാവിധിന്മേലുള്ള വാദം എന്തൊക്കെയായിരുന്നു? ടോം, വളരെ വൈകാരികമായിട്ടുള്ള ഒരു വാദം തന്നെയായിരുന്നു പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഇന്നുണ്ടായത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അത്തരത്തിൽ ചെകുത്താന്റെ മനസ്സുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തി നടത്തിയ അതിക്രൂരമായ കൊലപാതകം ഒരുപക്ഷെ ഒരു സാധാരണ മരണമായി കണക്കാക്കപ്പെട്ടു പോയ ഒരു കേസ്, അതിൽ ഈ ഷാരോൺ രാജിന്റെ സഹോദരന്റെ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഒരു പോരാട്ടം, അത് തന്നെയാണ് ഈ ഗ്രീഷ്മ എന്ന കുറ്റവാളിയെ നിയമത്തിന് മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്തത്. അതിന്റെ പോരാട്ട വഴികൾ നമുക്കറിയാം. കഴിഞ്ഞ 2 വർഷത്തോളമായി നീണ്ടു നിൽക്കുന്ന നിയമവഴികളായിരുന്നു ഇതിനുണ്ടായത്. കഴിഞ്ഞ 6 മാസമായി ഇതിന്റെ വാദം നടക്കുകയായിരുന്നു. അതിനുശേഷം നിരവധി തെളിവുകൾ, ശാസ്ത്രീയപരമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കി പ്രോസിക്യൂഷൻ മുന്നോട്ട് പോവുകയായിരുന്നു. അത് കഴിഞ്ഞ ദിവസം കോടതി അംഗീകരിക്കുകയും ഗ്രീഷ്മ കുറ്റവാളിയാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തതിനു ശേഷമാണ് ശിക്ഷാവിധി ഇന്നുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഒരു അന്തിമ വാദത്തിന് ശേഷം തിങ്കളാഴ്ചത്തേക്ക് ശിക്ഷാവിധി മാറ്റിയിരിക്കുന്നു എന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് മാറി. ശിക്ഷാവിധി തിങ്കളാഴ്ച പ്രഖ്യാപിക്കാൻ പോവുകയും ചെയ്യുന്നതാണ്. എന്നോടൊപ്പം ഡാൻ കുര്യൻ കൂടി ടോം ഇപ്പോൾ ചേരുന്നുണ്ട്. കാരണം ഡാനാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഭാഗത്തിന്റെയും ഒപ്പം തന്നെ പ്രോസിക്യൂഷന്റെയും വാദം അത് കൃത്യമായി കോടതിയിൽ ക്കകത്ത് നിന്നുകൊണ്ട് തന്നെ കേൾക്കുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ഡാൻ കുര്യൻ, അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ കേസിന്റെ സംഭവം നടക്കുമ്പോൾ ഒരുപക്ഷെ ഗ്രീഷ്മയെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു ഈ പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. പക്ഷേ മറിച്ച് ഇന്ന് ഒരു കുറ്റകൃത്യത്തിലേക്ക് നയിച്ചത്, അതിന്റെ ഒരു കാരണം ഈ ഷാരോൺ രാജ് ഈ പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയുടെ ചില നഗ്ന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയിരുന്നു. അത് പുറത്തുവിടുമെന്നുള്ള ഭയം, ഒപ്പം തന്നെ ബ്ലാക്ക് മെയിലിംഗ് അടക്കം ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കുറ്റകൃത്യത്തിലേക്ക് നീങ്ങിയെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പ്രതിഭാഗം പറഞ്ഞു വെക്കുകയും ചെയ്തു. എന്താണ് ഇന്ന് കോടതിയിൽ അരങ്ങേറിയത്? രാവിലെ 10:30 അട്ടക്കുളങ്ങരയിലെ വനിതാ ജയിലിൽ നിന്ന് കടുത്ത പോലീസ് സുരക്ഷയിൽ ഗ്രീഷ്മയെ നെയ്യാറ്റിൻകരയിലെ സെഷൻസ് കോടതിയിലേക്ക് ഈ അന്തിമവാദം കേൾക്കുന്നതിന് വേണ്ടി എത്തിച്ചത്. 11 മണിക്ക് തന്നെ സെഷൻസ് ജഡ്ജി AM ബഷീർ അവിടേക്ക് എത്തുന്നു. സീനിയർ അഭിഭാഷകനായ സുനിൽ കുമാർ ആയിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത്. പ്രതിഭാഗത്തിന് വേണ്ടി പ്രമുഖ അഭിഭാഷകനായ അജിത് കുമാർ, അവർ രണ്ടുപേരുമാണ് ശാസ്തമംഗലം അജിത്. അവർ തമ്മിലാണ് ഈ വാദമുഖങ്ങൾ കോടതി മുറിക്കുള്ളിൽ നടന്നത്. നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ തരത്തിൽ കഴിഞ്ഞ 2 വർഷമായി കേരളം ഒരുപാട് ചർച്ച ചെയ്തതാണ്.
ഗ്രീഷ്മയുമായി ബന്ധപ്പെട്ടും ഷാരോൺ രാജുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും ഈ കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളുമൊക്കെ അവിടെ പ്രോസിക്യൂഷൻ പ്രധാനമായി വാദിച്ച ഒരു കാര്യം വളരെ കൃത്യമായ ആസൂത്രണത്തോടെ അതിക്രൂരമായി നടത്തിയ ഒരു കൊലപാതകമാണ് ഷാരോൺ രാജിന്റേതെന്നാണ്. അതായത് അപായപ്പെടുത്തുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം. അത് യാദൃച്ഛികമായി സംഭവിച്ചതോ അബദ്ധം പറ്റിയതോ ഒന്നുമല്ല. കൊല്ലണം എന്ന കൃത്യമായ നിശ്ചയദാർഢ്യത്തോടെ തന്നെ വീട്ടിലേക്ക് പ്രലോഭിപ്പിച്ച് ക്ഷണിച്ചു വരുത്തുകയും അതിനുശേഷം കാപ്പിക്കുന്ന കടനാശിനി കഷായത്തിൽ കലർത്തി നിർബന്ധപൂർവ്വം കുടിപ്പിക്കുകയുമായിരുന്നു. ഇത് അമിത അളവിൽ ഈ കാപ്പിക്കുന്ന കടനാശിനിയുടെ പ്രസൻസ് ഈ കഷായത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചുണ്ടു മുതൽ അടിവയർ വരെയുള്ള ഭാഗം ആന്തരിക അവയവങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി പൊള്ളലേറ്റ് നശിക്കുന്ന തരത്തിലേക്ക് എത്തിയിരുന്നു. നീലക്കളറിൽ ഛർദ്ദിക്കുന്ന തരത്തിലേക്ക് വരെ ആദ്യം കാര്യങ്ങൾ എത്തുന്ന സാഹചര്യമുണ്ടായി. അവിടെ അതിക്രൂരമായ വേദനയിലൂടെയാണ് 2022 ഒക്ടോബർ 14 കന്യാകുമാരിയിലുള്ള ഗ്രീഷ്മയുടെ വീട്ടിൽ വെച്ച് ഷാരോൺ രാജ് ഈ കളനാശിനി അടങ്ങിയ കഷായം കുടിക്കുന്നത്. അതിനുശേഷം തുടർന്നുള്ള 11 ദിവസങ്ങൾ സമാനതകളില്ലാത്ത വേദനകളാണ് ഷാരോൺ രാജിന് അനുഭവിക്കേണ്ടി വന്നത്. ആ വേദനകൾ ഒരു 28 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവിന് കടന്നു പോകേണ്ടി വന്ന ഏറ്റവും വേദനകരമായ അവസ്ഥയിലൂടെയാണ് ഷാരോൺ കടന്നുപോയത്. ആ വേദന കണക്കിടാതിരിക്കാൻ കഴിയില്ല കോടതിക്ക്. അവിടെ പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ ഇങ്ങനെയൊരു ക്രൂരകൃത്യം നടത്തിയ ഗ്രീഷ്മയ്ക്ക് നൽകണം എന്ന വാദം പ്രോസിക്യൂഷൻ ഉന്നയിച്ചു. പ്രധാനമായി എടുത്തു പറഞ്ഞ കാര്യം ചെകുത്താന്റെ മനസ്സുള്ള ഒരാൾക്ക് മാത്രമേ ഇത്രയും ക്രൂരമായ ഒരു കൃത്യം നിഷ്ഠൂരമായ രീതിയിൽ നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ. അവിടെ വളരെ പെർഫെക്ഷനിസ്റ്റ് ആയിട്ടാണ്, അതായത് മരണം ഉറപ്പാക്കുന്ന തരത്തിൽ എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്ത് തന്നെയാണ് ഷാരോൺ രാജിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. ഒരുപക്ഷെ കോടതിയുടെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിലൊക്കെ ഇനി ഒരു വാക്ക് ചേർക്കപ്പെടുമെന്നാണ് തോന്നുന്നത്. സ്നേഹത്തെയാണ്, പ്രണയത്തെയാണ് കൊല ചെയ്തത്. ഈ വാദകമാണ് പ്രോസിക്യൂഷൻ അവിടെ ഉന്നയിച്ചത്. അതായത് സ്നേഹം എന്ന ഉപകരണത്തെ ഉപാധിയാക്കി മാറ്റിക്കൊണ്ട് പ്രതികാരം ചെയ്യുന്നതിനുള്ള ഒരു ഉപാധിയാക്കി ഈ പ്രണയത്തെ മാറ്റുകയായിരുന്നു. അവിടെ പ്രലോഭിപ്പിച്ച്, അതായത് ഗ്രീഷ്മയെ അടിയിൽ ഉറച്ച് വിശ്വസിച്ചിരുന്ന ഷാരോൺ രാജ് ഗ്രീഷ്മ പറഞ്ഞ വാക്ക് വിശ്വസിച്ചാണ് അവിടേക്ക് എത്തിയാൽ മതി, നിനക്ക് ആവശ്യമുള്ളത് എന്നിൽ നിന്ന് എടുത്തുകൊള്ളൂ എന്ന വാക്ക് ഗ്രീഷ്മ പറഞ്ഞതനുസരിച്ച് വാട്സാപ്പ് ചാറ്റ് നടത്തുന്നു. ആ ചാറ്റിന് പിന്നാലെയാണ് ഷാരോൺ രാജ് സുഹൃത്ത് റജിനൊപ്പം ഈ കന്യാകുമാരിയിലുള്ള ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് എത്തുന്നത്. പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ കോടതിയിൽ അദ്ദേഹം വിവരിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. അവിടെ പരമാവധി, അതായത് ഈ ഒരു തരത്തിലും ഒരു ദയ അർഹിക്കുന്നില്ല, ഒരു മാനുഷികമായ പരിഗണനകളും ഈ പ്രതിയോട് കാണിക്കേണ്ട സാഹചര്യവുമില്ല. അതുകൊണ്ട് പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകണമെന്ന കാര്യമാണ് പ്രോസിക്യൂഷൻ ആദ്യം ഉന്നയിച്ചത്. അത് ഖണ്ഡിച്ചുകൊണ്ട് പ്രതിഭാഗം ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് മുൻപൊരു ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഗ്രീഷ്മയ്ക്കില്ല. അങ്ങനെ പഠിക്കാൻ സമർത്ഥയായിരുന്ന ഒരു പെൺകുട്ടി താൻ സ്നേഹിച്ചിരുന്ന ഒരു യുവാവിനെ കൊലപ്പെടുത്തുക എന്ന ഏറ്റവും നിഷ്ഠൂരമായ ഒരു കൃത്യം ആസൂത്രണം ചെയ്യണമെങ്കിൽ അതിലേക്ക് നയിച്ച എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. ആ സാഹചര്യം കോടതിയിൽ അവർ വിശദീകരിച്ചത് ഇപ്രകാരമാണ്. ഈ ഒരു ബന്ധം തുടർന്ന് പോകുന്നതിലുള്ള വിയോജിപ്പ് നേരത്തെ തന്നെ അവർ അറിയിച്ചിരുന്നു. അതായത് ഗ്രീഷ്മ പലതവണ ഷാരോൺ രാജിനെ ഈ ബന്ധം തുടർന്ന് പോകുന്നതിലുള്ള വിയോജിപ്പ് അറിയിച്ചിരുന്നു. പക്ഷേ ഷാരോൺ രാജ് പിന്മാറാൻ തയ്യാറായില്ല. അങ്ങനെ പിന്മാറാൻ തയ്യാറാകാതെ വന്നതോടെ കുടുംബാംഗങ്ങളുടെ അടക്കം സ്വാധീനത്താൽ ഷാരോൺ രാജിനോട് സംസാരിപ്പിക്കാനുള്ള ശ്രമം നടന്നു. അതും ഫലം കാണുന്നില്ല. അതിനിടയിൽ പലതവണ അവർ തമ്മിൽ ഹോട്ടലുകളിലും മറ്റ് പല സ്ഥലങ്ങളിലും വെച്ച് സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടുന്ന സാഹചര്യമുണ്ടായി. അവിടെ വെച്ച് ഈ സ്വകാര്യ നിമിഷങ്ങളുടെ ദൃശ്യങ്ങൾ അത് കൃത്യമായി ഷാരോൺ രാജ് മൊബൈൽ ഫോണിൽ പകർത്തി ഈ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഒരു തരത്തിലും ഈ ബന്ധത്തിൽ നിന്ന് ഗ്രീഷ്മയ്ക്ക് പുറത്തു കടക്കാൻ കഴിയാത്ത തരത്തിലേക്ക് സാഹചര്യങ്ങൾ എത്തിയെന്നാണ് പ്രതിഭാഗം വാദിച്ചത്. അവിടെ ഈ എനിക്ക് കിട്ടാത്തത് മറ്റാർക്കും കിട്ടേണ്ടെന്ന നിലപാടായിരുന്നു ഷാരോൺ രാജിന്. അങ്ങനെ ഇനി ആത്മഹത്യ മാത്രമാണ് പോംവഴി എന്ന സ്ഥിതിയിലേക്ക് ഗ്രീഷ്മ എത്തുന്നു. അവിടെ ഗത്യന്തരമില്ലാതെ ഇങ്ങനെ ഒരു വഴി, ഒരു ക്രൂരകൃത്യം ചെയ്യാൻ ഗ്രീഷ്മ നിർബന്ധിതയാകുകയായിരുന്നു. അതിലേക്ക് നയിച്ച സാഹചര്യം ഷാരോൺ രാജിന്റെ ഒരു പിടിവാശിയാണ് എന്ന തരത്തിലാണ് പ്രതിഭാഗം അവിടെ വാദിച്ചത്. അവിടെ ജഡ്ജിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രസക്തമായ ചില പരാമർശങ്ങളുണ്ട്. അതിലേക്ക് തന്നെയാണ്. അതിനു മുമ്പ് തന്നെ ഇപ്പോൾ ഈ പറഞ്ഞു വെക്കുന്നത്, അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യമൊന്നും തന്നെ ഈ കുറ്റം സമ്മതിച്ചില്ലായിരുന്നു. കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയതിനു ശേഷമാണ് പ്രതിഭാഗം പറയുന്നത് കുറ്റകൃത്യത്തിലേക്ക് നയിച്ച സാഹചര്യം ഇതാണ്. ഒരുപക്ഷെ ഈ ശിക്ഷയിൽ ഏതെങ്കിലും തരത്തിലൊരു ഇളവ് ഗ്രീഷ്മയ്ക്ക് ലഭിക്കുന്നതിന് വേണ്ടി തന്നെയായിരിക്കാമല്ലേ ഇത്തരത്തിലൊരു നീക്കം?
അതായത് ഈ കേസിൽ നോ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്, സാഹചര്യ തെളിവുകൾ ഒന്നുമില്ല. അവിടെ ഇവരുടെ ബ്രൌസർ ഹിസ്റ്ററി അത് കൃത്യമായി പരിശോധിച്ചാണ് ഇങ്ങനെയൊരു കുറ്റകൃത്യം നടപ്പിലാക്കുന്നതിന് മുമ്പ് ഇങ്ങനെയൊരു വിഷാംശം കാപ്പിക് എന്ന കളനാശിനി ഒരാൾ ഉപയോഗിച്ചാൽ അവർക്ക് ശാരീരികമായി ഉണ്ടാകാനിടയുള്ള ബുദ്ധിമുട്ടുകൾ എന്താണ്, അത് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുത്തുമോ, അങ്ങനെയാണെങ്കിൽ അത് എത്ര കണ്ട് ഉപയോഗിക്കണം, അതോടൊപ്പം ഇത് ഉപയോഗിച്ചാൽ ഡാമേജ് ആകുന്ന ആന്തരിക അവയവങ്ങൾ, കരള്, വൃക്ക, ശ്വാസകോശം ഇവയുൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങൾക്ക് ഏത് തരത്തിലായിരിക്കും ദോഷം സംഭവിക്കുക, ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി അവർ ബ്രൌസിംഗ് ഹിസ്റ്ററിയിൽ കൃത്യമായി അത് പരാമർശിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇതിനു മുമ്പ് ജ്യൂസ് ചലഞ്ച് എന്ന പേരിൽ പാരാസെറ്റമോൾ, ഡോളോ പൊടിച്ചു ചേർത്ത് ജ്യൂസ് കൊടുക്കുന്നു. അങ്ങനെ ജ്യൂസ് കൊടുത്ത് അതിന് കയ്പായത് മൂലം ആ ജ്യൂസ് തുപ്പിക്കളയുന്ന സാഹചര്യം ഷാരോൺ രാജിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അപ്പോൾ ഇനി അങ്ങനെ ഒരു വഴിയെ അപായപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ ഇത് ബോധപൂർവമുള്ള ശ്രമമല്ലായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഈ പാരാസെറ്റമോൾ ജ്യൂസിൽ കലർത്തിക്കൊടുത്ത് ഇവനെ അപായപ്പെടുത്താനുള്ള ശ്രമം നടത്തിയിട്ട് അത് പരാജയപ്പെട്ടതോടെ എന്തുകൊണ്ട് ആ ശ്രമം ഉപേക്ഷിച്ചില്ല? അവിടെയാണ് ഇതിലേക്ക് കൃത്യമായ ആസൂത്രണം നടന്നിട്ടുണ്ട്. ഒറ്റ ലക്ഷ്യമേ ഗ്രീഷ്മയ്ക്കുണ്ടായിരുന്നുള്ളൂ, അത് ഏത് വിധേനയും ഷാരോൺ രാജിന്റെ ജീവിതം ഇല്ലാതാക്കുക എന്നതാണ്. അങ്ങനെ ഷാരോൺ രാജിന്റെ ജീവിതം ഇല്ലാതാക്കിയാൽ മാത്രമേ തനിക്കിനി ഒരു ജീവിതം ഉണ്ടാകൂ എന്ന് ഗ്രീഷ്മ കരുതിയിടത്താണ് ഈ കേസിന്റെ കുറ്റകൃത്യത്തിന്റെ തുടക്കം എന്നാണ് പ്രോസിക്യൂഷൻ അവിടെ വാദിച്ചത്. അതായത് ഇപ്പോൾ ശാസ്ത്രീയ തെളിവുകൾ മാത്രമേ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുള്ളൂ, മറ്റൊരു സാഹചര്യ തെളിവുകളുമില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം അന്തിമ വാദങ്ങൾക്ക് ശേഷം തിരികെ എത്തിയ പ്രോസിക്യൂട്ടറോട് നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഒരു ക്യാപിറ്റൽ പനിഷ്മെന്റ് നൽകാനുള്ള സാഹചര്യം അത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്, എങ്കിൽ പോലും തന്നെ ജീവപര്യന്തത്തിൽ കുറഞ്ഞ ഒരു ശിക്ഷ ആയിരിക്കില്ല എന്ന് അദ്ദേഹം ഉറച്ചു പറയുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ഈ വാദങ്ങൾ അത് ഏതെങ്കിലും തരത്തിൽ ഗ്രീഷ്മയ്ക്ക് സഹായകരമാകുമെന്ന് കരുതാമോ? അതായത് ഗ്രീഷ്മ ചില സർട്ടിഫിക്കറ്റുകളൊക്കെ ജഡ്ജി എം ബഷീറിന് മുമ്പിൽ ഹാജരാക്കി. അതിൽ പ്രധാനമായി ഗ്രീഷ്മയുടെ വിദ്യാഭ്യാസ യോഗ്യത, അതായത് BA-ക്ക് മികച്ച രീതിയിലാണ് ഗ്രീഷ്മ പാസ്സാകുന്നത്. ഗ്രീഷ്മയുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, അവരുടെ ഭാവി അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതം, ഒരു രണ്ടാം ജീവിതം തുടങ്ങാനുള്ള അവസരം തനിക്ക് നൽകണമെന്നാണ് ജഡ്ജിയോട് നേരിട്ട് ചേംബർ നടത്തിയെന്ന് ഗ്രീഷ്മ പറഞ്ഞത്. അത് മൊഴിയായി തന്നെ ജഡ്ജി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ജഡ്ജി നടത്തിയ പരാമർശമാണ് ഒരു പക്ഷേ ഈ കേസിലെ ശിക്ഷാവിധിയെ സംബന്ധിച്ച ഒരു പരോക്ഷ സൂചന നൽകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ജഡ്ജി പറഞ്ഞത് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് കേസിൽ ശിക്ഷ വിധിക്കാനാവില്ല. അവിടെ വൈകാരികത ഉയർത്തുന്ന, അതായത് സെൻസേഷണലായി മാധ്യമങ്ങൾ ഉയർത്തുന്ന വാർത്തകൾ മുൻവിധി സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് മാത്രമേ കാര്യങ്ങൾ എത്തിക്കൂ. പ്രോസിക്യൂഷനെ കൂടി അത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മാധ്യമ വാർത്തകൾ മാത്രം അടിസ്ഥാനമാക്കിയാകരുത് ഇത്തരം കാര്യങ്ങളിൽ നിലപാടെടുക്കേണ്ടതും അഭിപ്രായം പറയേണ്ടതും എന്ന് ജഡ്ജി പറയണമെങ്കിൽ അത് ഈ കേസിന്റെ ശിക്ഷാവിധി അത്ര കണ്ട് കാഠിന്യം നിറഞ്ഞതായിരിക്കില്ല എന്ന ഒരു സൂചന പരോക്ഷമായെങ്കിലും പറഞ്ഞു വെക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഒരുപക്ഷെ ഇന്ന് നമ്മളെല്ലാവരും ശിക്ഷാവിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുകയും ആ പ്രതീക്ഷയിൽ മാധ്യമങ്ങൾ മുഴുവൻ അവിടെ എത്തുകയും പിന്നീട് ശിക്ഷാവിധിക്ക് പകരം അന്തിമവാദമാണ് നടക്കുന്നതെന്ന വളരെ അപ്രതീക്ഷിതമായൊരു വാർത്ത വരികയും ചെയ്തതുപോലും ഒരുപക്ഷെ ഈ ഗ്രീഷ്മയുമായി ബന്ധപ്പെട്ട് ഗ്രീഷ്മയുടെ ഭാഗം അതുകൂടി പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി ഉണ്ടായ ഒരു സാഹചര്യമാണോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഇത്രയും നാളായി പറയാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ പ്രതിഭാഗം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് കോടതി മാധ്യമങ്ങളിലേക്ക് മുന്നിലേക്ക് വന്ന് പ്രോസിക്യൂട്ടർ അടക്കം ചില നിലപാടുകൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ അടക്കമുള്ള ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. അങ്ങനെയെങ്കിൽ ഇനി നമ്മൾ കഴിഞ്ഞ കുറെ കേസുകളായി, അതായത് പല വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പുണ്ടായിട്ടുള്ള കേസുകൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ വിസ്മയ കേസുണ്ട്, ഉത്തരയുടെ കൊലപാതകമുണ്ട്. അതിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരുപക്ഷേ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നു, തൊട്ടടുത്ത ഏതെങ്കിലും ദിവസങ്ങളിൽ വിധി പറയാൻ മാറ്റിവെക്കുന്നു, അന്ന് അന്തിമവാദം നടത്തിയതിനു ശേഷം തൊട്ട് പിന്നാലെ തന്നെ വിധി പ്രസ്താവിക്കുന്നു, അതേ ദിവസം തന്നെ ശിക്ഷാവിധി ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കാണുന്നത്. മറ്റൊരു അസാധാരണ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇനിയും നീണ്ടുപോകുന്നു ഈ ശിക്ഷാവിധി എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായി നമുക്കറിയാം ഈ വിധി കേൾക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം കോടതിയിലെത്താത്ത ഷാരോണിന്റെ കുടുംബാംഗങ്ങൾ ഇന്ന് മുഴുവൻ പേരും കോടതി മുറിക്കുള്ളിൽ ഉണ്ടായിരുന്നു. അവർ പ്രതീക്ഷിച്ച രീതിയിൽ കോടതിയിൽ വിശ്വാസം അർപ്പിച്ചെത്തിയ ആ കുടുംബത്തിന് അവർ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തന്നെ ചോദിച്ച ചോദ്യങ്ങൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഞങ്ങൾക്ക് ഈ കോടതി വിധി വളരെ സംതൃപ്തി നൽകുന്ന കാര്യം തന്നെയാണ്. കാരണം ഇനി ഞങ്ങൾക്ക് വേറൊരു കോടതിയെ സമീപിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ മകന് നീതി കിട്ടിയെന്നടക്കമുള്ള ഒരു പരാമർശമായിരുന്നു കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തത്. സ്വാഭാവികമായും സിന്ധു ഈ ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിട്ടതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലൊരു അപ്പീൽ പോകാൻ സാധിക്കുമായിരുന്നു
കുടുംബത്തിന്. പക്ഷേ അതിലേക്ക് അവർ പോകുന്നില്ല. ഗ്രീഷ്മയാണ് ഇതിൽ കുറ്റവാളി, ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമായിരുന്നു തങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്നത് എന്നാണ് ഈ കുടുംബം പറയുകയും ചെയ്തത്. അങ്ങനെ ഒരു സാഹചര്യം പുറത്തിറക്കുമ്പോൾ ഇനി ഏതെങ്കിലും തരത്തിൽ ഈ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു വിധി ഉണ്ടാകാൻ ഒരു സാഹചര്യം ഉണ്ടാകും. അതായത് എനിക്ക് തോന്നുന്നത് ഈ കേസിൽ 3 പ്രതികളാണുള്ളത്. അവിടെ ഗ്രീഷ്മയുടെ അമ്മയുമായുള്ള ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട അമ്മയുമായുള്ള ബന്ധം കഴിഞ്ഞിട്ടേ അമ്മാവന്റെ ഒരു കാര്യം നിർമ്മലകുമാരന്റെ ബന്ധം അവിടെ എത്തുന്നുള്ളൂ. പക്ഷേ പോലീസിന്റെ അന്വേഷണത്തിൽ ഈ കാര്യങ്ങളൊക്കെ വിശദമായി പരാമർശിച്ചിരുന്നു. അമ്മയും അമ്മാവനും ചേർന്ന് തെളിവ് നശിപ്പിക്കാൻ ഗ്രീഷ്മയെ സഹായിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായി അവിടെ പരാമർശിച്ചിരുന്നു. പിന്നീട് പ്രോസിക്യൂഷന് മതിയായ തെളിവുകൾ, നിലനിൽക്കുന്ന തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി അമ്മയുടെ പങ്ക് ഉറപ്പിക്കാൻ കഴിയാതെ വന്നതോടെയാണ് അവർ ഈ കേസിൽ നിന്ന് കുറ്റവിമുക്തിയായത്. അങ്ങനെ കുറ്റവിമുക്തിയാകുമ്പോഴും അവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. കോടതിയുടെ പരിഗണനയിൽ വരുന്നത് ഈ ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും വൈകാരികമായ പ്രതികരണങ്ങൾക്കുമൊക്കെ അപ്പുറത്ത് തെളിവുകൾ തന്നെയാണ്. ആ തെളിവുകൾ ഹാജരാക്കാൻ കഴിയാതെ പോയതോടെയാണ് ഗ്രീഷ്മയുടെ അമ്മയ്ക്ക് കുറ്റവിമുക്തിയാകുന്ന സാഹചര്യം ഉണ്ടാവുകയും അമ്മാവനെ മാത്രം ഗ്രീഷ്മയ്ക്കൊപ്പം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നത്. അതേ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട ഇന്ന് പ്രതിഭാഗം മുമ്പോട്ട് വെച്ചിരുന്ന വാദങ്ങൾ കൂടി കേട്ടതിനു ശേഷം, അതിനു മുമ്പായിരുന്നു ജഡ്ജി ഇങ്ങനൊരു പരാമർശം നടത്തുന്നതെങ്കിൽ അതിനെ നമുക്കൊരു സ്വാഭാവികമായ പ്രതികരണം എന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ആദ്യം പ്രോസിക്യൂഷൻ വധശിക്ഷ നൽകണമെന്ന് പറയുകയും പിന്നീട് പ്രതിഭാഗം അതിനെ ഖണ്ഡിച്ചുകൊണ്ട് പരമാവധി ശിക്ഷ ഇളവ് നൽകുകയും ഗ്രീഷ്മയ്ക്ക് മറ്റ് ക്രിമിനൽ പശ്ചാത്തലങ്ങളൊന്നും ഇല്ല എന്നൊക്കെയുള്ള പരാമർശങ്ങൾ നടത്തുകയും അതിനൊടുവിൽ ജഡ്ജി എ എം ബഷീറിന്റെ ഭാഗത്ത് നിന്ന് മാധ്യമ വാർത്തകളുടെയും വൈകാരിക പ്രതികരണങ്ങളുടെയും അടിസ്ഥാനത്തിൽ കോടതിക്ക് വിധി പറയാനാകില്ല എന്നൊരു നിലപാടെടുക്കുകയും ശിക്ഷാവിധി പറയുന്നത് ഇന്ന് നടത്താതെ 20-ാം തീയതിയിലേക്ക് മാറ്റിവെക്കുകയും ചെയ്തതിലൂടെ എനിക്ക് പരിമിതമായ അറിവിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അത്ര കഠിനമായ ഒരു ശിക്ഷ ഗ്രീഷ്മയ്ക്ക് ലഭിക്കാനുള്ള സാധ്യത നന്നേ കുറവാണെന്നാണ്. ഒപ്പം തന്നെ കോടതി മുറിക്ക് ഡാൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഗ്രീഷ്മ അവിടെ എത്തിച്ചേരുകയും ചെയ്തിരുന്നു. ഗ്രീഷ്മയുടെ ഒരു മുഖഭാവം എങ്ങനെയായിരുന്നു? അതായത് ഏതെങ്കിലും ഒരു ടെൻഷൻ അടിച്ചിരിക്കുന്ന ആ ഒരു സ്ഥിതിവിഷയമായിരുന്നു? ഒരു തരത്തിലുമില്ല. ഒരു വസ്തുതർക്കവുമായി ബന്ധപ്പെട്ട കേസ് കോടതിയിലെത്തിയാൽ എങ്ങനെയിരിക്കും? ആ കോടതി ആ കേസ് വിളിക്കുമ്പോൾ എങ്ങനെയാണോ ആ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന കക്ഷികൾ അവിടെ പെരുമാറുക, ഇത്രമാത്രം ലാഘവത്തോടെ പോലും അല്ല ഗ്രീഷ്മ അവിടെ ഇരുന്നത്. ഞാൻ ഏതാണ്ട് ഒരു 10:30 ഈ ഗ്രീഷ്മയുമായുള്ള പോലീസ് വാഹനം കോടതി കോമ്പൗണ്ടിനകത്തേക്ക് കയറി പോകുന്ന സമയം മുതൽ ആ കോടതിക്കുള്ളിലേക്ക് നമ്മൾ കയറിയതാണ്. ആ കോടതി വളപ്പിൽ തന്നെ നമ്മൾ ഉണ്ടായിരുന്നു നമ്മുടെ സഹപ്രവർത്തകർക്കൊപ്പം. വളരെ ലാഘവത്തോടെ ഏറ്റവും പിന്നിലായ ഒരു ബെഞ്ചിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം ഇരുന്ന് മാസ്ക് ധരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ മുഖം അത്ര വ്യക്തമായിരുന്നില്ല. അവർ പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു, വർത്തമാനം പറയുന്നുണ്ടായിരുന്നു. പ്രതിഭാഗം അഭിഭാഷകൻ ശാസ്ത്രമംഗലം അജിത്ത് 10:45 അവിടെ എത്തി. ഏതാണ്ട് ഒരു 1 മിനിറ്റോ 2 മിനിറ്റോ മാത്രം എന്തോ ഒരു കാര്യം ചെവിയിൽ അവർ തമ്മിൽ സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ മറ്റ് നടപടികളിലേക്ക് പോയി. ഗ്രീഷ്മ വീണ്ടും ആ ബെഞ്ചിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഇടയ്ക്ക് ചുറ്റുമുള്ളവരെയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കേസ് വിളിക്കുന്ന 11-16 കേസ് വിളിക്കുന്നത്. അപ്പോൾ ഗ്രീഷ്മയും അമ്മാവനും കൂടി വളരെ സാവധാനം നടന്ന് ആ പ്രതിക്കൂട്ടിലേക്ക് സമീപത്തേക്ക് പോകുന്നു. അതിനിടയിൽ ജഡ്ജി ഗ്രീഷ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരാൻ പറയുന്നു. അങ്ങനെ ചേംബറിനടുത്ത് പോയി ചില ഡോക്യുമെന്റ്സ് കൈമാറുന്നു. അതിനുശേഷം തിരികെ അവർ പറഞ്ഞ കാര്യങ്ങൾ ജഡ്ജി മൊഴിയായി രേഖപ്പെടുത്തുന്നു. തന്റെ ഭാവിയും വിദ്യാഭ്യാസ യോഗ്യതയും തുടർന്നുള്ള ജീവിതവുമൊക്കെ പരിഗണിക്കണമെന്ന കാര്യം അവർ പറയുന്നു. അത് ജഡ്ജി മൊഴിയായി രേഖപ്പെടുത്തുന്നു. പിന്നിലേക്ക് വരുന്നു. അവർ ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കുന്നു. ഒരു ഭാവവ്യത്യാസങ്ങളുമില്ലാതെ അവിടെ തന്നെ തുടരുന്നു. ഈ വാദപ്രതിവാദങ്ങളൊക്കെ കേൾക്കുന്നു. അതിനുശേഷം ജഡ്ജി നടത്തിയ പരാമർശവും കേൾക്കുന്നു. അതിനുശേഷമാണ് കേസിന്റെ വിധി പറയുന്നത്. ശിക്ഷ വിധിക്കുന്നത് തിങ്കളാഴ്ചയാണെന്ന് പറയുന്നത്. ഏതാണ്ട് ഒരു 5 മിനിറ്റിനകത്ത് ആ കോടതി മുറിക്കുള്ളിൽ നിന്നും കനത്ത പോലീസ് സുരക്ഷയിൽ തന്നെ ഗ്രീഷ്മയും വഹിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ പുറത്തു വരുന്നു. വാഹനത്തിൽ കയറ്റുന്നു. തിരികെ നേരെ അട്ടക്കുളങ്ങര ജയിലിലേക്ക് പോകുന്നു. സാധാരണ എങ്ങനെയാണോ അതുപോലെ തന്നെ. തീർച്ചയായും അതാണ് ഏറ്റവും സാഹചര്യം. ഇന്നത്തെ ഒരു കേസിന്റെ വഴികൾ ഇങ്ങനെയായിരുന്നു. അതായത് തികച്ചും യാദൃച്ഛികമായി തന്നെ, അല്ലെങ്കിൽ യാദൃച്ഛികമെന്ന് പറയാൻ പറ്റില്ല, അസാധാരണമായ തന്നെ ഒരു നടപടിയാണ് ഇന്ന് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഒരു പക്ഷേ തിങ്കളാഴ്ച ഈ ശിക്ഷ വിധിക്കുമ്പോൾ എന്ത് ശിക്ഷയായിരിക്കും ഗ്രീഷ്മയ്ക്ക് നൽകാൻ പോകുന്നത് എന്നുള്ള ഒരു ആകാംക്ഷയുണ്ടോ. ഒപ്പം തന്നെ കാത്തിരിപ്പിലുമാണ് ഈ കുടുംബമുള്ളത്. കുടുംബ പ്രതീക്ഷ പോലെ തന്നെ ഒരു പരമാവധി ശിക്ഷ, നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷയിലേക്ക് എത്തുമോ എന്നുള്ള കാര്യം അത് തികച്ചും സംശയകരമായി നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ടോം ഇന്ന് നമുക്കവിടെ കാണാൻ സാധിച്ചത്. വ്യക്തമാണ്. MG മിഥുനും ഡാൻ കുര്യനുമാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. പാറശാലയിൽ ഷാരോൺ രാജ് എന്ന യുവാവിനെ കഷായത്തിൽ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ കേസിൽ കാമുകി ഗ്രീഷ്മയ്ക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും. പരമാവധി ശിക്ഷ നൽകണം, അതായത് അപൂർവമായ കേസായി കണക്കാക്കി പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ നിന്ന് വാദിച്ചത്. അതേസമയം പ്രായം കണക്കിലെടുത്ത്
ഗ്രീഷ്മയുടെ ശിക്ഷയിൽ പരമാവധി ഇളവ് നൽകണമെന്ന ആവശ്യം പ്രതിഭാഗവും ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഗ്രീഷ്മയ്ക്കും അമ്മാവിനുള്ള ശിക്ഷ എന്താണെന്ന് തിങ്കളാഴ്ച അറിയാം.